ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനൊരു വ്ലോഗ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ചാനലിൽ 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 2 ദിവസം മുന്നേ എന്തോ ആണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത്. നമുക്കിനി കുറച്ചുകൂടെ സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ 50K ആവും എന്നുള്ളത്. ഫൈനലി ആയിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നട്ടപ്പായരയ്ക്ക് 3:11. ആക്ച്വലി ഇപ്പൊന്നും ആയിട്ടൊന്നും അല്ല, 50K നേരത്തെ ആയിട്ടുണ്ട്. ബട്ട് എനിക്ക് 50K ആയതിന്റെ സന്തോഷത്തില് എന്റെ കുറച്ച് ഫ്രണ്ട്സ് കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ തന്നു. നിങ്ങൾക്ക് അറിയാം, എനിക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ ആദ്യം ഷെയർ ചെയ്തത് നിങ്ങളുടെ അടുത്താണ്. അപ്പോ ഇതും നിങ്ങളത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. എന്നെ സപ്പോർട്ട് ചെയ്തതിന്റെ കൂടെ എല്ലാ ആൾക്കാർക്കും ഇതും ഭയങ്കര എന്നെ പോലെ തന്നെ സന്തോഷമുള്ള ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്ക് ഇതിനകത്തൊരു സർപ്രൈസ് കൂടെ ഉണ്ട്. കാരണം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗിവ് അവയുടെ റിസൾട്ടും ഇതിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവാം. പിന്നെ പുതിയ ഗിവ് അവേന്റെ ഒരു വീഡിയോ ഈ വ്ലോഗ് പോസ്റ്റ് ചെയ്തതിനു ശേഷം തൊട്ട് പിന്നാലെ ഒരു ഷോർട്ട് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള എന്ന് വെച്ചാൽ ആദ്യം കിട്ടിയതല്ല, ഫസ്റ്റില് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു പാർസൽ ഉണ്ട് പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പം വീട്ടില് കുറച്ച് പണികളൊക്കെ നടക്കുമല്ലോ, ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ. അപ്പോൾ 1-2 പ്ലംബിങ്ങിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സെക്യൂരിറ്റിയുടെ കയ്യിൽ കീ കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തോ ഭാഗ്യത്തിന് ഞാൻ കൊണ്ടുപോയി ലക്കി. കുറച്ച് ദൂരത്തായിരുന്നേ ആ സാധനം എത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്താന്നുള്ളത് ഓക്കെ, ഇത് കാണിക്കാം. ഈ ഒരു ബൊക്കെ ഞാൻ വന്നപ്പോഴാണ് ബൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ചാനലിൽ 10K സബ്സ്ക്രൈബർ ആയപ്പോഴത്തേക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എനിക്കൊരു കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ കട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുള്ളത്. അതേ വ്യക്തി തന്നെയാണ് എനിക്ക് 50K ആയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സർപ്രൈസ് തന്നത്. ആകെ വിഷമം എന്ന് പറയുമ്പോഴത്തേക്കും ഈ സാധനങ്ങൾ കൊണ്ടുവന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആള് ഇത് മേടിച്ചിട്ട് ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് ഇതിനകത്തുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും. ഈ വെള്ളമൊക്കെ ഇരിക്കുമ്പോൾ കുറെ നാളധികം ഇരിക്കും. ഈ റോസ് നല്ല മണം കേട്ടോ, നല്ല പനനീർ റോസ് അല്ല, അതിന്റെ മണമാണ്. ഈ ഒരു റോസ് വന്ന് കയറിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി ഇത് കണ്ടിട്ട്. അതിന്റെ കൂടെ പിന്നെ നോക്കുമ്പോ അയ്യോ, കേക്കാണ്. അഫ്കോഴ്സ് ഈയിടെയായിട്ട് കേക്കിലത്ത് എന്ത് ആഘോഷം. ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒറ്റയ്ക്കാണ് കേക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അത് അതിനുശേഷം എല്ലാം ഒറ്റയ്ക്കാണ് ഗൈസ്. എപ്പൊ കേക്കിന്റെ കാര്യം വരുന്നു അപ്പോഴൊക്കെ ഒറ്റയ്ക്കാണ്. അതിനകത്ത് എന്നൊരു നോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നോട്ട് ഞാൻ താഴെ പോയി എടുക്കാൻ വയ്യ, അടിയാണ് ഗൈസ്, വേറൊന്നും കൊണ്ടല്ല. ഓ മൈ ഗോഡ്. ഇതാണ് കേക്ക്. കേക്കിനെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കാണിച്ചാൽ ഞാൻ വിശദമായിട്ട് കാണത്തില്ല. സ്ട്രോബെറി ഒക്കെ കിടക്കുന്നുണ്ട്. റെഡ് വെൽവെറ്റ് ആണെന്ന് തോന്നുന്നു കേക്ക്. കുറെ നാളായി ഇങ്ങനൊരു ഫ്ലേവർ കഴിച്ചിട്ട്. കട്ട് ചെയ്താലോ? സോ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് വന്ന് കയറിയപ്പം ഭയങ്കര വിഷമായിട്ടുണ്ടായിരുന്നു. കാരണം ഈ കേക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ആളോട് പറഞ്ഞു കേക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോഴത്തേക്കും ഇത് ഫ്രിഡ്ജിന്റെ മണ്ടിലിരിക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കാൻ ആളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയാൻ പാടില്ല, ഒരു ക്രീമിന്റെ ഒരു ചെറിയൊരു വ്യത്യാസം, മണത്തിലൊരു വ്യത്യാസം വരുന്നുണ്ട്. അത് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എനിക്ക് എല്ലാവർക്കും തരണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ. എനിക്ക് വരെ ഞാൻ കഴിച്ചോണ്ട് കഴിക്കട്ടെ. ഇന്നലത്തെ കേക്ക് ഇന്ന് കഴിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ സാഹചര്യമൊക്കെ അറിയാലോ, യു.എയിൽ. അപ്പം ഇതെനിക്ക് ഇന്നവര് ചെയ്തതായിട്ട് തോന്നുന്നില്ല. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു ചെറുതായിട്ടൊന്ന് കഴിക്കാണ്ട് കുറെ ഈ ഫ്ലേവർ മേ ബി അതുകൊണ്ടാണോ എനിക്ക് തോന്നുന്നില്ല. കുറച്ച് മണിക്കൂറും ഉണ്ട് സ്ട്രോബെറി ചീത്തയാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്ട്രോബെറിയുടെ മണ്ടല്ലോ വൈറ്റ് കളറിൽ ഇതിലുള്ളത് പോലെ ഷുഗർ ഡസ്റ്റ് ആണോ എന്ന് അറിയില്ല. എനിക്ക് നാളൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കേക്ക് ഓക്കെയാണ്. എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഈ കേക്ക് മോശമാണ്. നമ്മുടെ ചാനലിൽ 10K ആയ സമയത്ത് ആ കേക്ക് കട്ട് ചെയ്തപ്പോൾ കഴിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ബട്ട് ഈ കേക്കോ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരുന്നു ഗൈസ്. ഇത് ഏകദേശം ഒരു 1 kg ഉണ്ട് കേട്ടോ. നോക്കിക്കേ, ആര് കഴിക്കാനാ? ഒന്നാ നോമ്പ്. ഇതിന്റെ കൂടെ ഒരു നോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ആ നോട്ട്, വായിച്ചോളൂ കേട്ടോ. സെന്ററിന്റെ നെയിം ഇല്ല, ബട്ട് എനിക്കറിയാലോ ആരാണെന്നുള്ളത്. അടുത്തതായി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നു രണ്ടാമത്തെ കേക്ക്. ഈ രണ്ടാമത്തെ കേക്ക് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇപ്പൊ 2-3 ദിവസമായിട്ട് എന്തോ ഷിഫ്റ്റിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബിസിയാണ്. എനിക്ക് ഓർക്കമില്ല, ഊണില്ല, അത്താഴമില്ല, നോമ്പോറയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. സോ അതിനിടയിൽ 50K ആയത് ഞാൻ അറിഞ്ഞെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല ആരെടുത്തും. ആരെടുത്തും എനിക്ക് എടാ എനിക്ക് 50K ആയി എന്നൊന്നും പോയി പറഞ്ഞ് ആ സന്തോഷം അവരുടെ അടുത്ത് പങ്കിടാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് എന്നിരുന്നാലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വളർച്ചയിലും നമ്മുടെ സങ്കടത്തിലും സന്തോഷത്തിലും എല്ലാത്തിലും നമ്മൾ ഒപ്പത്തിൽ നിന്ന് നമ്മളെ ഇങ്ങനെ കുറച്ചുകൂടി പൊക്കത്തിൽ കൊണ്ടുപോകും അവരൊപ്പം നിന്നിട്ട്. അസൂയപ്പെട്ടിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ മാറ്റി നിർത്തിയിട്ടോ ഒന്നുമല്ല. അങ്ങനെ ഒരാളാണ് എനിക്ക് ഈ ഒരു കേക്ക് തന്നത്. ഈ കേക്ക് മാത്രമല്ല, എന്നോട് വേറൊരു സാധനം കൂടെ ഉണ്ട്. ഞാൻ കേക്ക് പൊട്ടിക്കട്ടെ. ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്. ഓ എന്റെ മോനെ, അയ്യോ എത്ര മനോഹരമായ കേക്കായിരുന്നു. ഞാൻ കേക്കിന്റെ ഫുൾ അല്ല അതിന്റെ സൈഡിൽ വെക്കാട്ടോ, ഫോട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. ഇത് എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള
നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഷക്കീറ അവൾ എനിക്ക് കൊണ്ട് തന്നതാണ്. ഹാപ്പി 50K സബ്സ്ക്രൈബേഴ്സ്. ഇതിന്റെ ഇടയിൽ ഈ വൈറ്റ് പൂവല്ല കേട്ടോ, അത് ക്രീം ഇളകിപ്പോയതാണ്. ഇത് കിട്ടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞത്, ഇതാണ് എനിക്ക് ആദ്യം കിട്ടിയത് കേട്ടോ. കാരണം ഞാൻ വീട്ടിൽ വരുന്നതിന് മുമ്പാണ് എനിക്കിത് കിട്ടിയത്. അപ്പൊ ഇത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. ബിക്കോസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ഞാൻ അവളെ കാണുമ്പോൾ ഞാൻ അവളുടെ കയ്യിൽ ഇങ്ങനെ കേക്കും സാധനങ്ങളും കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്താ സാധനം, എന്താ പരിപാടി, ആർക്കെ ബർത്ത്ഡേ എന്നൊക്കെ. ഇതാണോ ഞാൻ ഒരിക്കലും ഞാൻ നോക്കുമ്പോൾ ജംബോ 50K. അപ്പൊ എനിക്ക് എന്താ പറയാ, അവൾ എനിക്ക് ശരിക്കും സർപ്രൈസ് തന്നെ ഞെട്ടിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലൊരു ദിവസം വിളിച്ചിട്ട് ഒരു ആവശ്യമായിട്ട് വിളിച്ചിട്ടും വലുതായിട്ട് റിപ്ലൈ ഒന്നും തരുന്നുണ്ടായിരുന്നില്ല. എന്തെല്ലോ പിന്നെ എന്നെ പറഞ്ഞിങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് അത് പിന്നെ മറ്റത്. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് കുട്ടി ഇത് എന്താ പറയുന്നത്. അപ്പൊ ഞാൻ ഉറക്കത്തിൽ എനിക്ക് പിച്ചുമ്പേന്ന് തോന്നുകയാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനത് വിട്ട് കളഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായത് ഈ ഒരു സർപ്രൈസിന് വേണ്ടിയിട്ട് ഇന്നലെ ഒരു ദിവസം എവിടേക്കോ കറങ്ങി നടക്കുമായിരുന്നു എന്നുള്ളത്. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, അപ്പൊ കേക്ക് ഞാൻ ഇപ്പൊ എടുക്കാറില്ല. ബിക്കോസ് ഇപ്പൊ ഒരു കേക്കിന്റെ ഒരു ഹാങ് ഓവർ അതിന്റെ ഉള്ളിലേക്ക് വേറൊരു കാര്യം കാണിക്കുന്നു നമുക്ക്. ആ കേക്കിന്റെ കൂടെ ഇത്രയും വലിയൊരു ബോക്സും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് ഓക്കെ ഫൈൻ, നോർമലി 50K കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. പക്ഷെ ഈ ബോക്സ് ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് കേട്ടോ. അത് എന്തുകൊണ്ട് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഈ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്തായാലും എന്റെ മടിയിൽ വെക്കട്ടെ, എന്നിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം. ആദ്യമായിട്ട് എന്ത് കാണിക്കണമെന്ന് പറഞ്ഞാൽ പാണ്ട. ഈ പാണ്ടന്റെ ഒരു കുടുക്കയാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്ന സ്ഥിതിക്ക് ഞാൻ എന്താ ഇതിനകത്ത് 5 10 ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് സെറാമിക്കിന്റെ ആണെന്ന് തോന്നുന്നു. പൊട്ടാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിച്ച് വേണം ഇവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. അവൾക്കറിയാം ഞാൻ ഈ പാണ്ടാന്റെ ഒരു ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള അവൾക്ക് അറിയാറുള്ളൂ. എൻ്റെ അടുത്ത് എപ്പം പറയുന്നുണ്ട്, നിന്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പാണ്ടന്റെ എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം, നിനക്ക് അതാണല്ലോ ഇഷ്ടം എന്നുള്ള. അപ്പൊ ഒരു വർഷമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പാണ്ടനൊക്കെ ഇഷ്ടമല്ല എന്ന്. അങ്ങനെ അത് പറഞ്ഞിട്ട് ഓള് പോയിട്ട് എനിക്കിത് കൊണ്ട് തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഫ്ലാറ്റായി. മതിയുടെ എനിക്കിനി വേറെ ഒന്നും വേണ്ട എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. അടുത്ത ഇത് ആക്ച്വലി അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഓക്കെ, ഇത് 50K അവള് കസ്റ്റമൈസ്ഡ് ചെയ്തതാണ് കേട്ടോ. ഇത് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ നോട്ട് പാഡിന്റെ ഉള്ളിൽ. ആൻഡ് ഇത് കേക്കിന്റെ മണ്ടിൽ വെച്ചിട്ട് ഞാൻ മനഃപൂർവ്വം കത്തിക്കുന്നതാണ് കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനെ കത്തിക്കുന്നതിനോട് വലിയ യോജിപ്പൊന്നും ഇല്ല. ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ഇനി മേലൊക്കെ വരുമെന്നുള്ള അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ കത്തിക്കാത്തതാണ്. അല്ലാണ്ട് നമുക്ക് കത്തിച്ച് വെക്കാമല്ലോ. സോയാ കേക്കിന്റെ മണ്ടിക്ക് വെക്കേണ്ട 50K ഈ ഒരു ബെയർ പണ്ടല്ല. പണ്ട് ഇനി സൂട്ടും കോട്ടും ഇട്ടാണോ എനിക്ക് അറിയാൻ പാടില്ല. സോറി, സൂട്ടും കോട്ടും അല്ല. അപ്പൊ ഇതെന്താ, ഇത് ജാക്കറ്റ് ഹുഡി അതിട്ടതാണ്. എനിവേ പണ്ടല്ല ഗൈസ്, അത് ബെയറാണ്. ഇതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും എഴുതി കുറിച്ച് വെക്കണം. ഇത് ഞാൻ എൻ്റെ ബാഗിനകത്ത് വെക്കും, ഹാൻഡ് ബാഗിനകത്ത്. പിന്നെ ഒരു ക്ലിപ്പ് ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഗീവ് അവേ കിട്ടിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. യെസ് ഗൈസ്, എനിക്കും കിട്ടി ഗീവ് അവേ, നിങ്ങൾക്ക് മാത്രമല്ല. നോക്കിക്കേ, ഓ വാവ്, സോ ഗുഡ്. എന്തോ താഴെ വീണല്ലോ. ഈ ഒരു ബൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ വെക്കുന്നതായിരിക്കും. എന്തായാലും ഈ ബോക്സിനകത്തല്ല എൻ്റെ സ്ഥാനം. പിന്നെ ഒരു കുഞ്ഞു പാണ്ട, ഒരു ബേബി പാണ്ട എവിടെയെങ്കിലും വെക്കാം. ഇങ്ങനെ കാണുന്ന സ്ഥലത്ത് എവിടെയെങ്കിലൊക്കെ വെക്കാം. പിന്നെ ഒരു കീ ചെയിൻ ആണ്. ഇത് കീ ചെയിൻ അല്ല ആക്ച്വലി, ഇത് ബാക്ക് ചെയിൻ ആണ്. ഈ ബാക്കല്ല കേട്ടോ, ബാഗ് ടാഗ് പോലെ. അതും പാണ്ട. ഇത് എങ്ങനെ ഇവിടെ എനിക്ക് അറിയാൻ പാടില്ല ഈ കുട്ടി ഇത് എവിടെ നിന്ന് എത്രയും പോയിട്ട് ഒപ്പിച്ചെന്നുള്ളത്. കീ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നു. ഒരു ഹെയർ ക്ലിപ്പ്. കുഞ്ഞുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന നടക്കുക എനിക്ക് വേണ്ടി തപ്പിപ്പിടിച്ച് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്താ ചെയ്യാ. പിന്നെ ഇതിനകത്തൊരു കുട്ടി ബോക്സ് ഉണ്ട് കേട്ടോ. ഇത് എങ്ങനെ തുറക്കണമെന്ന് ഓക്കെ. മൈ ഗോഷ്, ഇനിയുമാ വീണ്ടും. ഇത് പാണ്ടല്ല കേട്ടോ, ഇത് ബെയറാണ്. എന്നാൽ എനിക്കിഷ്ടമാണ്. ഇവർക്കൊരു ഫാമിലി ആണല്ലോ. ഇത് വന്നിട്ടൊരു ഹാൻഡ് ടവലാണ്. ലൈക്ക് നമുക്ക് കിച്ചണിൽ കയറാറില്ല. അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഞാൻ മരിക്കണ വരുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് ഉപയോഗിച്ചാലല്ലേ ചീത്തയാവുള്ളൂ. പാണ്ട ഈ സാധനം എനിക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് സ്റ്റീവ് മാഡൻ. ഞാൻ കുറച്ച് നാളായിട്ട് അവരോട് പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു വാലറ്റ് വാങ്ങണം എന്നുള്ള. ഇപ്പൊ എന്റെ കയ്യിലുള്ള വാലറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി നാളായി ഞാൻ വാങ്ങിച്ചിട്ട്. എനിക്ക് ഒരു 3 വർഷത്തിന് മേലെയായി. അപ്പോൾ ഞാൻ അവരുടെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കൊരു വാലറ്റ് വാങ്ങണം, നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയാലോ എന്നുള്ളത്. അപ്പൊ അവർക്ക് അറിയാം ഞാൻ ഫോട്ടോ വെക്കുന്ന വാലറ്റേ വാങ്ങിക്കത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ എന്തായാലും എനിക്കൊരു വാലറ്റ് കിട്ടി. ഇതിനകത്ത് പൈസയൊക്കെ വെക്കാം, ഇവിടെ കാർഡൊക്കെ വെക്കാം, ഇവിടെയൊക്കെ വെക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ ബ്ലാക്ക് കളർ അധികം ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എടുക്കാറില്ല. എന്നാലും ഈ കൊല്ലം നമുക്കിത് ഉപയോഗിക്കാം അല്ലേ. കുഞ്ഞു ബോക്സ്. ഈ ബോക്സിനകത്ത് എന്താന്നുള്ളത് ഞാൻ കണ്ടിരുന്നു കേട്ടോ. നിനക്ക് കാണിച്ചാണെങ്കിൽ ഒന്നേന്ന് കാണുന്നതൊക്കെ ഞാൻ ഇതൊരു ബ്രേസ്ലെറ്റ് ആണ്. 2 ലെയർ ബ്രേസ്ലെറ്റ്. ബട്ടർഫ്ലൈ ഒക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു
ബ്രേസ്ലെറ്റ് എനിക്ക് ഇഷ്ടമാട്ടോ. ഈ ബട്ടർഫ്ലൈ എന്നുള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ അടുത്ത് ഒരുപാട് ഗോൾഡിൽ തന്നെ ബട്ടർഫ്ലൈന്റെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട്. റിംഗ് ഉണ്ട്, മാലയുണ്ട്, കമ്മല് ഉണ്ട്. ഓർമ്മയില്ല ഗൈസ്, നാട്ടിലാണെന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അവളുടെ ഇഷ്ടങ്ങളും അവൾക്ക് എന്റെ ഇഷ്ടങ്ങളും ഒക്കെ അറിയാം. എനിക്ക് തോന്നുന്നു അവളുടെ ഇഷ്ടങ്ങൾ എനിക്ക് വളരെ കുറച്ച് അറിയുള്ളൂ. കാരണം അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്ടങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ ഈ കൊല്ലം പാണ്ട കിട്ടിയ സ്ഥിതിക്ക് എന്റെ ഇഷ്ടങ്ങൾ ഞാൻ മാറ്റുകയാണ് ഗൈസ്. കാരണം അടുത്ത എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ അവളത് മാറ്റി പിടിക്കട്ടെ, അല്ലേ? അങ്ങനെ തന്നെ അതിന്റെ ഒരു ഇത്. ഞാൻ എപ്പോഴും എന്റെ വ്ളോഗിൽ പറയാറുണ്ട്, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തരുന്ന സമയത്ത് എനിക്കും കിട്ടാറുണ്ട്. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും എവിടെന്നെങ്കിലും ഏതെങ്കിലും വഴി കൂടെ എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കും. ഞാനും ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ആൻഡ് ദിസ് ഓൾ ദ തിങ്സ്. ആൻഡ് ഷക്കീറ, താങ്ക് യു സോ മച്ച് ടാ. ഗൈസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഇപ്പം 50K ആയ സമയത്ത് എനിക്ക് അവള് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് തന്നു. എന്റെ സന്തോഷത്തിൽ അവളും പങ്കെടുത്തു. അപ്പം എനിക്കും അങ്ങോട്ട് ചെയ്യാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി തരണം. ഞാൻ അവളുടെ ചാനലിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ അവളെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അവളെയും സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു 5K ആക്കണം, പിന്നെ അതൊരു 10K ആക്കണം. ഇങ്ങനെ നമുക്ക് പോകണം. ഇത് ചിലവൊന്നും ഇല്ലല്ലോ. ഒരുപാട് ഗിവ് അവേ കൊടുക്കുന്ന ചാനലാണ്. ഇഷ്ടംപോലെ ഗിവ് അവേ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്താലെന്ന്. പിന്നെയും വിചാരിച്ചു, അയ്യോ നാണക്കേടാണ്, ഞാനും കൊടുക്കുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന് കരുതി ഇഷ്ടമുള്ള ഗിവ് അവേ അവളുടെ ചാനൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഗിവ് അവേക്ക് ഇഷ്ടം എന്തെങ്കിലും കാര്യങ്ങൾ തരണമെന്ന് വിചാരിക്കുന്ന ആരും തരമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്കൊക്കെ പറ്റിയൊരു ചാനലാണത്. ഞാൻ പോലും അത്രയധികം ഗിവ് അവേ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഓക്കെ, നമുക്കിനി ഗിവ് അവേ പറഞ്ഞുകൊണ്ട് ഗിവ് അവേയിലോട്ട് കടക്കാം. നമുക്ക് വിന്നറിനെ കണ്ടെത്തണ്ടേ? ഇതാണ് നമ്മളെ ഗിവ് അവേന്റെ വീഡിയോ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ വിന്നറിനെ കണ്ടെത്തുന്ന സമയം എത്രയോ അധികരിച്ച് പോയിട്ടുണ്ട്. എനിക്ക് സമയം കിട്ടിയില്ല. ഇപ്പൊ വേറെ ഗിവ് അവേ എടുക്കേണ്ട സമയത്താണ് ഞാൻ ഇതിന്റെ വിന്നറിനെ കണ്ടെത്തുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് എന്തോ ഒരു അപാകത കാരണം ഇതിന് വ്യൂസ് പോയില്ല. അപ്പൊ ഞാനത് പിന്നെ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് പിന്നെ പിറ്റേ 2 ദിവസം കഴിഞ്ഞിട്ട് എങ്ങാണ്ടാണ് ഒന്നുകൂടെ ഞാനത് പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നത്. അതിന്റേതായിട്ടുള്ള ഒരു സ്റ്റക്ക് അതിനുണ്ട്. ആകെ 1300 ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടുള്ളൂ. 2900 കമന്റ്സ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ആകെപ്പാടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരായിരിക്കും. 2900 കമന്റ് എന്ന് പറയുമ്പോൾ ഇരുന്ന് കുത്തിന്ന് ഇട്ടിട്ടുണ്ടാവും. എന്തായാലും അതിന് സമയം കണ്ടെത്തിയിട്ടുള്ള ആൾക്കാർ, ആരുടെയും സമയവും വെറുതെ കിട്ടുന്നതല്ലല്ലോ. നമുക്ക് എല്ലാവരും ഇതിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോന്റെ ലിങ്ക് ഞാൻ എടുക്കുന്നു. വീഡിയോന്റെ ലിങ്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ യൂട്യൂബ് റാൻഡം കമന്റ് പിക്കറിൽ പേസ്റ്റ് ചെയ്യുന്നു. വീഡിയോ വന്നു കണ്ടോ? 2916 കമന്റ് ആണ്. നമ്പർ ഓഫ് വിന്നർ 1. ഒരാളാണല്ലോ നമ്മളുടെ വിന്നർ ആവുന്ന. വിന്നറിനെ നമുക്ക് കണ്ടെത്താം. ഫിദ ഉമ്മർ എന്നൊരു പേര് വന്നിട്ടുണ്ട്. നമുക്ക് അവരെ കമന്റ് പോയിട്ട് നോക്കാം. ഫിദ ഉമ്മറിന്റെ കമന്റ് ഇവിടെ ഉണ്ട്. എത്ര കമന്റ് ഇട്ടെന്ന് നോക്കാം. ഗിവ് അവേക്ക് മാത്രമാണ് കമന്റ് ഇട്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വിന്നറിനെ നമുക്ക് ചേഞ്ച് ആക്കാം. നമുക്ക് അടുത്ത വിന്നറിനെ നോക്കാം. ഷബീബ് ഷാ നമ്മളുടെ വേറൊരു ഗിവ് അവേന്റെ വിന്നർ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഷബീബ് ഷാന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് അയക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഷബീബ് ഷായും അന്ന് ഗിവ് അവേന്റെ വീഡിയോസിന് മാത്രമായിരുന്നു കമന്റ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അന്ന് അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് പറയണം നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നോക്കാം ഷബീബ് ഷാ നമ്മുടെ ഗിവ് അവേ വീഡിയോക്ക് മാത്രമാണ് കമന്റ് ഇട്ടിരിക്കുന്നത്, ബാക്കി എല്ലാത്തിനും ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ ഏകദേശം കാണാറുണ്ട് ഷബീബ് ഷാന്റെ കമന്റ് എല്ലാം. പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഗിവ് അവേയിൽ മാത്രമല്ല, ഇതിലും അധികം അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നാലും ഷബീബ് ഷാനെ നമുക്ക് ശരിക്കും മാറ്റി വെക്കാം. അല്ലാണ്ട് വേറെ ആരുടെയെങ്കിലും നമുക്ക് വേറെ വീഡിയോസിൽ കമന്റ് കാണുന്നുണ്ടെങ്കിൽ വിന്നറായിട്ട് പ്രഖ്യാപിക്കാം. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് വിന്നറിനെ കണ്ടെത്താനേ പറ്റുന്നില്ല. ആക്ച്വലി 1-2 വിന്നറൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഗിവ് അവേക്ക് മാത്രമാണ് കൂടുതലും കമന്റ് ഇട്ടിട്ടുള്ളത്. ബാക്കിയുള്ള വീഡിയോസിൽ കമന്റ് വന്നു എന്നുള്ളത് പോലും കാണാൻ പറ്റാതെ അത്രയ്ക്കും കമന്റ്സ് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇതിനകത്ത് 3000 അടുപ്പിച്ചിട്ട് കമന്റ് ഉണ്ട്. ഞാൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ആദ്യപ്പോഴേ പറഞ്ഞത് കണക്കിന് നമുക്ക് ഇപ്രാവശ്യം ഷബീബ് ഷായ്ക്ക് എന്നെ കൊടുക്കാം. ഞാൻ ആ വിന്നറിന്റെ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ വെക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ട് അവസാനം വരെ എത്തിച്ചിട്ട് കൊടുക്കാത്തൊരു ആളാണ്. ബട്ട് അവര് പല കമന്റും ഞാൻ പല വീഡിയോയിലും ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ബാക്കിയുള്ളവരുടെ തൽക്കാലം ഇപ്പം പോയി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആരും വിഷമിക്കേണ്ട. നമ്മുടെ ചാനൽ ഇന്നും ഗിവ് അവേസ് വരാണ്. ഈ 50K സബ്സ്ക്രൈബേഴ്സിന്റെ ഗിവ് അവേ ഇനി വരുന്നുണ്ട്. അത് ഇത് പോസ്റ്റ് ചെയ്യുന്ന നെക്സ്റ്റ് ഡേ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിൽ മാക്സിമം എല്ലാവരും എന്താക്കുക പാർട്ടിസിപ്പേറ്റ് ചെയ്യാട്ടോ. അതിന്റെ വീഡിയോ നമ്മൾ ആദ്യപ്പഴേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ പോയിട്ട് കമന്റ് ചെയ്യാം. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്റെ ലിങ്ക് ഞാൻ അതിൽ ഉടനെ തന്നെ കൊടുത്തിരിക്കാം. പിന്നെ ഇതിനകത്ത് വേറൊരാള് ഇഷ്ടംപോലെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താ വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് അവർക്ക് കൊടുത്താലും ഞാൻ ആലോചിക്കുന്നു. പക്ഷെ അവരുടെ പേര് എനിക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. ഐ മീൻ ഞാൻ പിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അവരുടെ പേര് വന്നിട്ടില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ അവർ നെയിം കൊടുത്തില്ല. മനാഫ് മുഹമ്മദ് 4856 എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ പേരിലുള്ള ആള് ഇനി അടുത്ത ഗിവ് അവേയിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണോട്ടോ. നിങ്ങളുടെ പേര് വരികയാണെങ്കിൽ വേറെ പേര് നോക്കത്തില്ല, നിങ്ങൾക്ക് തന്നെ ഞാൻ തരും. കാരണം ഇതില് ജസ്റ്റ് ഒരു സിംബലോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് കമന്റ്സോ അല്ല, സെയിം കമന്റ്സ് അല്ല റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടംപോലെ ഉണ്ട്. എനിക്കിരുന്ന് വായിക്കാൻ തന്നെ വേഗം 2900 കമന്റ് കണ്ടപ്പോ തന്നെ എന്റെ കിളി പോയി. പിന്നെ ഞാൻ എപ്പോഴാണ് ഈ വ്ളോഗ് തുടങ്ങിയെന്ന് നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഇപ്പൊ സമയം നോക്കിക്കാൻ 3:50.
ഇനി ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ഉള്ളൂ അത്താഴത്തിന്. അപ്പം എനിക്ക് എന്തെങ്കിലും ഒന്ന് ഞാൻ മേടിച്ചിട്ട് ഇതാക്കണം. അപ്പം വിന്നറിന് നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു വ്ളോഗ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മളെ ചാനൽ 50K സബ്സ്ക്രൈബ് ആയപ്പോഴത്തേക്കും എനിക്ക് വലിയ സർപ്രൈസ് ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടില്ല. ബട്ട് 100K ആകുമ്പോഴത്തേക്കും നിങ്ങളൊന്നും മനസ്സിൽ വിചാരിക്കാത്തതിന്റെ അത്രയും ഒരു ബിഗ് സർപ്രൈസ് ആയിരിക്കും. അത് ഓൾറെഡി നമ്മൾ 20K ആയ സമയത്ത് പ്ലാൻ ചെയ്തതാണ്. അപ്പം അത് 100K ആകുന്നത് എന്നാണോ അന്നായിരിക്കും ആ ഒരു സംഭവം നിങ്ങളോട് ഞാൻ എത്തിക്കുന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ക്ലൂ നിങ്ങൾക്ക് തരത്തില്ല. ഉറപ്പായിട്ട് അത് ബെസ്റ്റ് ഗിവ് അവേ ആയിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ഗിവ് അവേന്റെ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ട് കുറെ കാലങ്ങളായി. നിങ്ങൾ അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്കിയുള്ളതൊക്കെ ബാക്ക് ടു ബാക്ക് ഇടായിരുന്നു. എനിവേസ് ഗൈസ്, എന്റെ ഫേസ് കണ്ടോ, ഞാൻ ഭയങ്കര ടയർഡായിട്ടിരിക്കുന്നു. നമ്മൾ ആ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തിട്ട് വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇത്ര നേരമായിട്ടും. നാളെ ഇനി കുറെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇനി ഒന്നും പറയാനില്ല. നമുക്ക് ഹോം ടൂർ ഒക്കെ ചെയ്യണ്ടേ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ആക്കിക്കോളാം. നമുക്ക് കുറെ സർപ്രൈസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ വേറെ ഒന്നും കാണിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ടാറ്റ, ബൈ ബൈ, അസ്സലാമ.